ആത്മമിത്രം ആത്മമിത്രം യേശുയൻ. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം സംഖ്യാപുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. മോശെ അവരോട്, നിൽക്കുവീൻ, യഹോവ നിങ്ങളെക്കുറിച്ച് കൽപ്പിക്കുന്നത് എന്തെന്ന് ഞാൻ കേൾക്കട്ടെ. അതിൻ്റെ 23-ാം വാക്യം, യഹോവയുടെ കൽപ്പന പോലെ അവർ പാളയമിറങ്ങുകയും യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുകയും ചെയ്തു. മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ യഹോവയുടെ ആജ്ഞ അനുസരിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷമുള്ള ഓരോ ചുവടുവയ്പ്പിലും ദൈവം മോശയ്ക്ക് തൻ്റെ ആലോചനകൾ അറിയിച്ചു കൊടുത്തു, തൻ്റെ കൽപ്പനകൾ വെളിപ്പെടുത്തി കൊടുത്തു. അതിൻ പ്രകാരം അവർ യാത്ര പുറപ്പെടുകയാണ്. എന്നാൽ ഈ 9-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള ചില വാക്യങ്ങളിൽ ഒരു പ്രത്യേകമായ പ്രതിസന്ധിയായ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അവർക്ക് പെസഹ, ദൈവം നിശ്ചയിച്ച ആ പെസഹ അതിൻ്റെ കൃത്യസമയത്ത് ആചരിക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ സാഹചര്യങ്ങളിൽ ചില പ്രതിസന്ധികൾ ഉളവായി. ശവത്താൽ അശുദ്ധമായി തീർന്നിട്ട് അവർക്ക് പെസഹ ആചരിക്കുവാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ അവർ മോശയോട് ന്യായമായും വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളെ മുടക്കുന്നത് എന്താണ്? യഹോവയുടെ വഴിപാട് കഴിക്കാതിരിക്കുവാൻ ഞങ്ങളെ മുടക്കുന്നത് എന്താണ്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മോശയ്ക്കും ആ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയില്ലായിരുന്നു. മോശ അവിടെ തൻ്റെ വിവേകമോ തൻ്റെ കഴിവോ തൻ്റെ ആലോചനയോ നടപ്പാക്കുവാൻ ശ്രമിക്കാതെ അവരോട് പറയുന്ന മറുപടിയാണ് അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിച്ചത്. മോശ അവരോട്, നിൽക്കുവീൻ, യഹോവ നിങ്ങളെക്കുറിച്ച് കൽപ്പിക്കുന്നത് എന്തെന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. യഥാർത്ഥ പ്രവാചക ശുശ്രൂഷ മോശ ഇവിടെ നിർവഹിക്കുകയാണ്. പ്രവാചകനും പുരോഹിതനും ദൈവത്തിൽ നിന്ന് കേട്ട് മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കണം. പുരോഹിതൻ ആ മനുഷ്യർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് മനുഷ്യർക്ക് ആ പരിഹാരം വരുത്തി, അവരുടെ കുറവുകൾക്ക് പരിഹാരം വരുത്തി അവരെ ദൈവത്തോട് നിരപ്പിക്കേണ്ട ശുശ്രൂഷ ചെയ്യണം. മോശ ദൈവത്തിൽ നിന്നുള്ള ആലോചനയ്ക്കായി ദൈവസന്നിധിയിൽ കാത്തിരുന്നു. അവരോട് എന്താണ് അറിയിക്കേണ്ടത്? തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവർക്കുള്ള കൃത്യമായ മറുപടി മോശ നൽകി കൊടുക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നാം ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും അഭിമുഖീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുന്ന ചില ചുവടുവയ്പ്പുകൾ വരുമ്പോൾ നാം ചെയ്യുന്നത് എന്താണ്? നാം ദൈവസന്നിധിയിൽ ആ വിഷയങ്ങളുമായി കടന്നു ചെന്ന് ഈ വിഷയത്തിന്മേൽ കർത്താവ് എന്താണ് പറയുന്നത്, കർത്താവിൻ്റെ ആലോചന എന്താണ് എന്ന് കൃത്യമായി കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ കൽപ്പനകളെ കൃത്യമായി ആചരിക്കണം, മാത്രമല്ല കർത്താവിൻ്റെ വഴി പ്രമാണിച്ച് നടക്കണം. ആ നിൻ്റെ വചനങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. മാത്രമല്ല അവിടുത്തെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരണം. ഇതെല്ലാം സങ്കീർത്തനത്തിൽ ഉടനീളം നാം വായിക്കുന്ന കാര്യങ്ങളാണ്. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം, അവനെന്താണ് പറയുന്നത് അത് നമ്മൾ കേൾക്കണം, അതനുസരിക്കണം. അങ്ങനെയാകുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ വീരന്മാരായി തീരുമെന്ന് 103-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ഇതോട് ചേർന്ന് സദൃശവാക്യത്തിൽ നാം 2 വാക്യങ്ങൾ വായിക്കട്ടെ. 3-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ഇതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നമ്മുടേതായ ചിന്തകൾക്കനുസരിച്ച് പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നാം ശ്രമിക്കരുത്. പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി കണ്ടെത്തുവാൻ നമ്മുടെ ആ വിവേകവും നമ്മുടേതായ ആ ആലോചന പ്രകാരവും നമ്മുടെ ജ്ഞാനമനുസരിച്ച് നാം മുൻപോട്ട് പോകരുത്. നമുക്ക് തന്നെ
ജ്ഞാനിയായി തോന്നാതെ ദൈവത്തിൻ്റെ ആലോചന എന്തെന്ന് കൃത്യമായി കേൾക്കുവാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. ഓരോ ചെറിയ കാര്യത്തിലും ഓരോ വലിയ കാര്യത്തിലും കർത്താവ് തൻ്റെ ആലോചനാ ശബ്ദം നമ്മെ കേൾപ്പിക്കും എന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ആ വചനപ്രകാരം നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. ഗോഡ് ബ്ലെസ്.